മഞ്ഞുമൽ ബോയ്സിന് ശേഷം വന്ന ചിദംബരത്തിന്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. ബാലൻ ദ ബോയ്. നല്ല സൂപ്പർ സിനിമയാണ്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ജിത്തു മാധവന്റെ റൈറ്റിങ് ഒരു രക്ഷയില്ല. സിനിമയിൽ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത് ആ ബാലനായിട്ട് അഭിനയിച്ച ആ കുട്ടികളാണ്. ആ ചെറിയ പയ്യനും, അതായത് രണ്ട് ഫേസിലാണ്, അവന്റെ ചെറുപ്പവും അതിന് ശേഷമുള്ള ഒരു ബാലനെയും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആദിശേഷാണ് ആദ്യത്തെ ബാലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല. രണ്ടാമത് അവൻ വളർന്നതിന് ശേഷമുള്ള ഒരു ഇത് കാണിച്ചിരിക്കുന്നത് മുഹമ്മദ് സിനാനാണ്. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കണ്ടിട്ട് എനിക്കത് വല്ലാതെ എന്നെ ആ സിനിമ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആയിരുന്നു. അത് DOP ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. ഷൈജു ഖാലിദ് വയനാടിന്റെ ആ ഒരു ദൃശ്യഭംഗി അല്ലെങ്കിൽ ആ ഒരു നിഗൂഢതകളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിന്റെ എന്നാ പറയുന്നത്, എഡിറ്റിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് വിവേക് ഹർഷനാണ്. വിവേക് ഹർഷൻ കിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂറല്ലേ അതിന് ആ ഒരു അതിന് മുകളിൽ ഒപ്പിച്ച് നിർത്തുന്ന രീതിയിൽ നമ്മളെ പിടിച്ചിരുത്താനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജേണിയാണ്. ഒരു അമ്മ, മകൻ, അല്ലെങ്കിൽ പിള്ളേരുടെ ഒക്കെ കാര്യം. അപ്പൊ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഫസാന പാലത്തികൾ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരി കിട്ടലിനായിട്ട് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി എനിക്കൊന്ന് മുംബൈ മലയാളി ആണ്, മോഡലും മറ്റുമാണ്. ഇതൊക്കെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ചിദംബരത്തിന്റെ തന്നെ സഹോദരനായ നമ്മുടെ ഗണപതിയാണ്. നമുക്കറിയാം, ഗണപതിയെ സിനിമകളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗണപതിയാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഫുള്ള് നടത്തിയത്. അപ്പം എന്താ പറയാ, ഇതിൽ ഫസാനയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത, അല്ലെങ്കിൽ ഒന്നിനെയും ഈ പറയുന്ന പേടിച്ച് നിൽക്കാതെ എന്തു വന്നാലും നമുക്കതിനെ നേരിടാമെന്നും തൻ്റെ ഇടത്തോടുകൂടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു ഒരു അമ്മച്ചിയുടെ ക്യാരക്ടറുണ്ട്. അമ്മച്ചിയുടെ പേര് എനിക്കറിയില്ല, പക്ഷേ ഡോളിന്നോ മറ്റോ തോന്നുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മച്ചി. ഭയങ്കര നല്ല എന്താ പറയുന്നത്, തമാശ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായി, കുറച്ച് ഡാർക്ക് ആണോന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ കുറച്ച് നിഗൂഢതകൾ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, നല്ല ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ലാഗ് ചിലപ്പം ചിലർക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ടുവേഴ്സ് ദി എൻഡ് ക്ലൈമാക്സ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിൽ താക്കോൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കത് ആ പാട്ട് സിനിമ കണ്ട് ഇറങ്ങിയിട്ടും അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നല്ല മൂവിയാണ്. ജാനേമന്നിന് ശേഷം മഞ്ഞുമൽ ചെയ്തു, അതിന് ശേഷം വേറൊരു മൂവി, ഒരു അതായത് മൂന്ന് തരത്തിലുള്ള ജോണർ മൂവീസാണ് ചിദംബരം പിടിച്ചിരിക്കുന്നത്. പിന്നെ ജിത്തു മാധവന്റെ റൈറ്റിംഗ് ഒരു രക്ഷയില്ല. നന്നായിട്ട് എന്നാ പറയുന്നത്, നമ്മളെ വ്യത്യസ്തമായ സിനിമകൾ കാണിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പൊ അതിന്റെ ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ഒരു രക്ഷയുമില്ല, നന്നായിട്ടുണ്ട്. അതില് സിനിമ തീരുന്നതിന് മുന്നേ തീരുന്ന ആ സമയത്ത് നമ്മുടെ ആ ബാലൻ ഓടുന്ന ഒരു സീനുണ്ട്. ഓടുന്ന സീനിൽ ആ മ്യൂസിക് പോകുന്ന നമ്മളെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഫീൽ ചെയ്യിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയും നല്ല കിടലിനായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിനിമയിലെ കംപ്ലീറ്റ് BGM ഒക്കെ ആണെങ്കിലും കിടലിനാണ്. എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടർ, ഒരു ക്യാമിയോ പോലെ കയറി വരുന്ന നമ്മുടെ സ്വന്തം ടൊവിനോയുടെ ആക്ടിങ് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഇത്രയും നല്ല ഒരു സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരാൾ വന്ന് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ഒരല്പം വയറൊക്കെ വെച്ചിട്ടാണ്. ടൊവിനോയുടെ ക്യാരക്ടറൊക്കെ കിടലിനാണ് കേട്ടോ. പുള്ളി ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടൊവിനോ പോരാ, ചില എക്സ്പ്രഷൻസ് ഒന്നും പോരാ എന്നൊക്കെ ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടും അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര കിടലിനായിട്ടോ കേട്ടോ പുള്ളി ചെയ്തിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. പിന്നെ ബീന ആന്റണിയുടെ ക്യാരക്ടർ, ബീന ആന്റണിയൊക്കെ കിടലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജീൻ പോൾ ലാല് അടിപൊളിയാണ്. എന്താ പറയാ, ശരിക്കും ഈ സിനിമയുടെ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ താക്കോൽ എന്ന് പറയുന്ന ഒരു ഗാനം അല്ലെങ്കിൽ ആ ഒരു പാട്ട് കാണുവാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. പക്ഷെ തിയേറ്ററിൽ പോയി കാണുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. നമ്മളെ ആ മൂഡിലേക്ക് സിനിമ നമ്മളെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ചിദംബരത്തിന്റെ ഡയറക്ഷൻ പറയാതിരിക്കാൻ മേല. കാരണം കിടിലനാണ്. കാരണം ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം വിജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ
എന്താ പറയുന്നത്, വമ്പനാണ്, നല്ലതാണ്. നമ്മളെ ആ സംവിധായകന്റെ ഒരു വിജയമാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് ചിലപ്പോൾ ഒരു വലിവ് തോന്നാൻ സാധ്യതയുണ്ട്, ഉള്ളത് പറയാം. എന്താ പറയുക, നമ്മൾ അങ്ങനെ പറയുമ്പം എല്ലാം പറയണമല്ലോ. പക്ഷെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമ ഭയങ്കര അടിപൊളിയാണ്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ മേല. പിന്നെ നല്ലൊരു ഒരു 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 സീനൊക്കെ ഉണ്ട്. ബാലൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന ഒരു സീനുണ്ട് പയ്യന്. എന്നിട്ട് അതായത് അവന് ഒരു പോലീസ് സ്റ്റേഷനാണെന്നോ പോലീസുകാരാണെന്നോ ഉള്ള ഒരു പേടിയോ കാര്യമോ ഒന്നുമില്ല അവന് പറയാനുള്ള കാര്യം. കാരണം അവന് ചെറുപ്പത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിന് പേടിയില്ല എന്ന് പറയുമ്പോൾ അത് ആ സിനിമ കാണുമ്പോൾ അതെന്താന്നുള്ളത് സ്പോയിലറായിട്ട് പറയുന്നില്ല. അത് പറഞ്ഞാൽ സ്പോയിലർ വരണത് ഇപ്പോൾ പറയുമ്പോൾ. പക്ഷേ വാട്ട് ഐ എക്സ്പീരിയൻസ് വാസ് എ ഗ്രേറ്റ് മൂവി. എന്നെ സംബന്ധിച്ച് അടിപൊളിയാണ്. ബാലൻ എന്ന് പറയുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇതൊരു വല്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങി എന്താ പറയുന്നത് ആകുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വരുമ്പോൾ ഉറപ്പായിട്ടും പോകണം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഇതിൽ കൊടുത്ത്, കാരണം അതിനുള്ള സാധനമുണ്ട്. ഇതൊരു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ചിദംബരത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലെ കാസ്റ്റിങ് ഫർസാനയൊക്കെ വന്നത് ഗണപതി നല്ല കാസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ആ പിള്ളേരൊക്കെ എന്താണ് അവരുടെ നോട്ടം കൊണ്ട് പോലും നമ്മളെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. അതാണ് ഒരു പ്രത്യേകത ഈ സിനിമയിൽ. കാരണം അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഗണപതി പറഞ്ഞു കേട്ടിരുന്നു. അതായത് ചിദംബരം ഒരു 10,500 പേരെ ഇതുപോലെ പിള്ളേരെ മറ്റോ മാറ്റി 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 അവസാനമാണോ ഇതിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും എന്നാ പറയുന്നത്, നമ്മൾ ഈ ഇഴകേറി ചെകഞ്ഞെടുക്കുന്ന മുത്തുമണികളായിട്ടുള്ള ആക്ടേഴ്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അത്രയും കിടലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ കണ്ടിട്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഒരു എന്നാ പറയുന്നത്, തിയേറ്ററിൽ പോയി കാണുക. ബാലൻ പുള്ളിയുടെ 3 സിനിമകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി ഒരു മൂവി, ജാനമൻ എന്ന് പറയുന്ന സിനിമ നമ്മളെ ചിരിപ്പിച്ചതാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നമ്മളെ ത്രില്ലടിപ്പിച്ചതാണ്. എന്താകും ആദ്യം പിടിപ്പിച്ച സിനിമയാണ്. ഇത് വേറൊരു മൂവി. ഇത് വേറൊരു ഒരു പിള്ളേരുടെ അതായത് കണ്ണുകളിൽ കൂടെ കാണുന്ന, നമ്മൾ ഈ ഒരു നമ്മളൊരു കുട്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഒരു കൊച്ചിൻ്റെ ചിന്തയിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ, അവൻ ഏതൊക്കെ വഴിയിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മളെ ഇതിൻ്റെ അകത്തോട്ട് നമ്മളെ തോന്നിപ്പിക്കും. അതാണ് ആ ഒന്നാമത്തെ കാര്യം. വിഷ്വൽ സൈഡ്, കളറിങ്, എഡിറ്റിങ്, അതിൻ്റെ കളറിങ് ഒക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക്, നമ്മളെ എപ്പോഴും നമ്മൾക്കൊരു സിനിമയെ പിടിച്ചിരുത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ BGM. ആ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പക്കയായിട്ട് സെറ്റ് ചെയ്ത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും സുഷിൻ ശ്യാമൊക്കെ പയറ്റി തെളിഞ്ഞു വന്നതാണ്. അദ്ദേഹമൊക്കെ ഒരു സിനിമയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, അത് നന്നായിരിക്കും എന്നുള്ള രീതി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് എന്നെ സംബന്ധിച്ച് ബാലൻ എന്ന് പറയുന്ന സിനിമ ഇറ്റ്സ് എന്താ പറയുന്നത് മസ്റ്റ് വാച്ച് മൂവി. തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാനൊരു സിനിമ കണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ പോയി കണ്ടിട്ട് അവന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ചീത്ത പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയുക.